ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഒരു മസാല കോൺ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മസാല കോൺ റെസിപ്പി. ഞാൻ ഈ കോൺ വാങ്ങിയിട്ടുള്ളത് ലുലു എന്നാണ് കേട്ടോ. ഒരു കോണ് 29 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ കോണിൻ്റെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ്, നമ്മുടെ ഹൃദയാരോഗ്യത്തിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള ഒന്നാണ് കോണ്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള കോണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ശീലിപ്പിക്കുന്നത് തന്നെ നല്ലതാണ്. അപ്പോൾ മസാലയായിട്ട് എരിവൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വലിയ ആൾക്കാർക്ക്, മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ മസാലയും കൂടി സവാളയും വെള്ളരിക്കയൊക്കെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് നല്ലൊരു മസാല, ഒരു സാലഡായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് കോൺ മസാല. അപ്പോൾ എരി കുറഞ്ഞ് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയും കൂടെയാണ് കോണ്. അപ്പോൾ എല്ലാവരും കോണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഞാനിത് ആവിയിൽ വേവിച്ചിട്ടാണ് മസാല ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ചിലരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അവർ വെള്ളത്തിലിട്ട് വേവിച്ച് എടുക്കുന്നത്. പക്ഷേ വെള്ളത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോണിൻ്റെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിലോട്ട് പോകും. ആ വെള്ളം നമ്മൾ പിന്നീട് അത് യൂസ് ചെയ്യുന്നില്ല, അത് കളയാണ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുത്ത് ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഇഡ്ഡലി പാത്രത്തിനകത്താണ് ഇത് പുഴുങ്ങാനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 10 മിനിറ്റ് തന്നെ വേവിച്ച് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒന്നാണ് കോണ്. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല, അതിനു മുമ്പേ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാനായിട്ട് പറ്റി. അല്ലാതെ വെള്ളത്തിലിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതുപോലെ പിടിച്ചൊന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഇളകി വരും. പിന്നെ അല്ല, ഓരോന്നായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഹെൽത്ത് മിക്സിൻ്റെ കൂടെയൊക്കെ ഈ ചോളം വറുത്ത് പൊടിച്ച് കൊടുക്കാറുണ്ടല്ലേ. പക്ഷേ വലുതായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. പിന്നെ നമ്മൾ ഈ മസാലയായിട്ട് ചെറുതായിട്ടൊന്ന് സ്പൈസസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത് കഴിക്കും. അല്ലാതെ എൻ്റെ മോൾക്കാണെങ്കിൽ ഇഷ്ടമേ അല്ല. പക്ഷേ മോന് കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ കഴിക്കും. അതുപോലെ ചില കുട്ടികൾ കഴിക്കും, ചില കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിക്കുന്ന ആൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. ചോളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മോന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതുകൊണ്ടാണ് ഇത്രയും മാത്രമായിട്ട് ഞാൻ എടുത്തത്. അല്ല, നമുക്ക് കഴിക്കാനായിട്ടാണെങ്കിൽ ഒരു സവാള അരിഞ്ഞിടാം, ഒരു വെള്ളരിക്ക, ക്യാരറ്റ് എല്ലാം അരിഞ്ഞിട്ട് നമുക്കൊരു സാലഡായിട്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.